നമസ്കാരം, കോഡ് മലയാളത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് ഒരു ഇമേജ് ടാഗ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു വെബ് പേജിനകത്ത് ഇമേജ് ഇടുകയാണെന്ന് നമ്മൾ നോക്കിയിരുന്നു. ഈ വീഡിയോനകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമേജ് ടാഗ് ഉപയോഗിച്ചിട്ട് എങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് ഇമേജ് ലോഡ് ചെയ്യാം എന്നുള്ളതാണ്. ഇമേജ് ലോഡ് ചെയ്യാൻ നമുക്ക് പല രീതിയിൽ എഫിഷ്യൻ്റ് ആക്കാൻ പറ്റും. അത് മിക്കവാറും നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിനനുസരിച്ചിട്ടും നെറ്റ്വർക്കിൻ്റെ കണക്ഷൻ്റെ ക്വാളിറ്റി ഒക്കെ അനുസരിച്ചിട്ട് നമുക്ക് അത് കുറച്ച് എഫിഷ്യൻ്റ് ആയിട്ട് ഇമേജ് ലോഡ് ചെയ്യാൻ പറ്റും. അതിനൊരു ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഐഫോണിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്പ്ലേ എന്നൊക്കെ പറഞ്ഞാൽ റെറ്റിന ഡിസ്പ്ലേ, അങ്ങനത്തെ ഡിസ്പ്ലേ ഒക്കെ ഉണ്ടാവും. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിക്സൽ ഡെൻസിറ്റി കൂടുതലായിരിക്കും. അതായത് സാധാരണ ഒരു ഫോണിനകത്ത് ഒരു പിക്സൽ കൊള്ളുന്നിടത്ത് ഇവൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 പിക്സലോ അല്ലെങ്കിൽ ചിലപ്പോൾ 3 പിക്സലോ ഒക്കെ ആ ചെറിയ സ്പേസിൽ തന്നെ അവന് കൊള്ളിക്കാൻ പറ്റും. അതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു ഡിവൈസിനകത്ത് നമ്മൾ 640 വിഡ്ത്തുള്ള ഒരു സ്ഥലത്ത് ഒരു ഇമേജ് ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ റെറ്റിന ഡിസ്പ്ലേ പോലെയുള്ള ഡിവൈസുകളിൽ അതിൻ്റെ ഇരട്ടി, അതായത് 1280 വിഡ്ത്തുള്ള ഇമേജ് ലോഡ് ചെയ്താലും അതിലെല്ലാ പിക്സല് ഒരു യൂസർക്ക് കാണാൻ പറ്റുകയും ആ ഇമേജ് കുറച്ചുകൂടി കൂടുതൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുകയും ചെയ്യും. അതിൻ്റെ ഡെവലപ്പറെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏത് ഇമേജ് ലോഡ് ചെയ്യണം? നമ്മൾ സാധാരണ ഇമേജ് ടാഗ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഇമേജ് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൽ ഏത് ഇമേജ് നമ്മൾ സെലക്ട് ചെയ്യും? ഇപ്പോൾ നമ്മൾ ചെറിയ ഇമേജ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ റെറ്റിന ഡിസ്പ്ലേ ഉള്ള ഒരു ഫോൺ വെച്ച് നോക്കുമ്പോൾ ഇമേജ് ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കും. നേരെ മറിച്ച് നമ്മൾ വലിയ ഇമേജ് ലോഡ് ചെയ്താലോ, റെറ്റിന ഡിസ്പ്ലേ ഇല്ലാത്ത മൊബൈലുകൾ അനാവശ്യമായിട്ട് അത്രയും വലിയ ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ പേജ് അനാവശ്യമായിട്ട് സ്ലോ ആവും. ഇത് ഡിവൈസ് അനുസരിച്ച് ലോഡ് ചെയ്യാനൊക്കെ ഇമേജ് ടാഗ് നമുക്കതിന് ഓപ്ഷൻ തരുന്നുണ്ട്. അത് നമുക്ക് ഈ വീഡിയോനകത്ത് നോക്കാം. അതുപോലെ തന്നെ പല സ്ക്രീൻ സൈസ് ഉണ്ട്. നമ്മുടെ വെബ്സൈറ്റ് ഡെസ്ക്ടോപ്പിൽ കാണാൻ പറ്റും, ടാബ്ലറ്റിൽ കാണാൻ പറ്റും, അതുപോലെ തന്നെ മൊബൈലിൽ കാണാൻ പറ്റും. അപ്പോൾ പല ഡിവൈസുകളിലും നമുക്ക് ഒരു ഇമേജിൻ്റെ തന്നെ പല റെസൊല്യൂഷൻ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇമേജ് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് ലോഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ചെയ്യുന്നത് ഇമേജിൻ്റെ സോഴ്സ് സെറ്റും സൈസസ് എന്ന് പറഞ്ഞ 2 ആട്രിബ്യൂട്ട് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ പിക്ചർ എന്ന് പറഞ്ഞ ഒരു ടാഗും കൂടി നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് നോക്കാം. അത് നമുക്ക് കുറച്ചും കൂടി റെസ്പോൺസീവ് ആയിട്ട് ഇമേജ് ലോഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടാഗാണ് പിക്ചർ. അത് രണ്ടുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അത് എങ്ങനെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇമേജിനെ പല സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ആ ഇമേജ്. ഇതിപ്പോൾ 2048 പിക്സൽ വിഡ്ത്തുള്ള ഇമേജാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ 1024 സൈസിലും കട്ട് ചെയ്തിട്ടുണ്ട്. അത് ചെറുതാക്കിയിട്ട് 640 വിഡ്ത്തിലുള്ള ഒരെണ്ണമുണ്ട്, അതുപോലെ തന്നെ 320 വിഡ്ത്തിലുള്ള ഒരെണ്ണമുണ്ട്. ഏത് വിഡ്ത്താന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിന് താഴത്ത് ഞാനൊരു ടെക്സ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് ഈ വീഡിയോ കാണിക്കാൻ വേണ്ടി മാത്രം ഇട്ടതാണ്. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഏത് പിക്ചറാണ് ലോഡ് ആവുന്ന അറിയാൻ വേണ്ടിയിട്ട് അത് അവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഞാൻ ഈ ഫയൽ നെയിമിൻ്റെ അറ്റത്തും ഇമേജിൻ്റെ വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്. അത് അറിയാൻ വേണ്ടി കൊടുത്താണ് അങ്ങനെ കൊടുക്കുന്നത്, നിർബന്ധമൊന്നുമില്ല. മനസ്സിലാൻ വേണ്ടി അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ഫസ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞ കേസ് പരിഗണിക്കാം. അതായത് പിക്സൽ ഡെൻസിറ്റി വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഇമേജ് ലോഡ് ചെയ്യാൻ നോക്കാം. അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധാരണ ഇമേജ് ടാഗ് ഇട്ടിട്ടുണ്ട്. അത് ലോഡ് ചെയ്യാം നമുക്ക്. ഓക്കെ. ഇതിനകത്ത് നമ്മൾ 640 വിഡ്ത്തുള്ള ഒരു ഇമേജാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന് നമ്മൾ ഈ ഒരു ഇമേജ് ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഇത് ഇമേജ് ടാഗിനെ നമുക്ക് താഴ്ത്ത് കോപ്പി ചെയ്യാം. എന്നിട്ട് ഒരു പുതിയ ആട്രിബ്യൂട്ട് പരിചയപ്പെടാം. അതിൻ്റെ പേരാണ് സോഴ്സ് സെറ്റ്. ഓക്കെ. സോഴ്സ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ റെക്കമെൻഡേഷൻസ് കൊടുക്കുകയാണ്. നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിവൈസ് പിക്സൽ റേഷ്യോ വെച്ചിട്ടാണ്. അതായത് ചില ഫോണുകളുടെ ഡിവൈസ് പിക്സൽ റേഷ്യോ 1 ആയിരിക്കും. അപ്പോൾ സാധാരണ പോലെ തന്നെ 640 പിക്സൽ വിഡ്ത്തുള്ള ഇമേജ് തന്നെ കയറി കഴിഞ്ഞാൽ ഒരു കുഴപ്പം വരത്തില്ല. ചില ഡിവൈസസിന് പിക്സൽ റേഷ്യോ 2 ഉള്ളവിടെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഡബിൾ സൈസിൽ ഇമേജ് വേണമെങ്കിൽ അവിടെ കൊള്ളിക്കാൻ പറ്റും. 3 ആണെങ്കിൽ 3 ഇരട്ടി സൈസിൽ ഇമേജ് അവിടെ കൊള്ളിക്കാൻ പറ്റും. ഓക്കെ. അത് നമുക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമുക്ക് ഫസ്റ്റ് ഇമേജ് പറഞ്ഞു കൊടുക്കാം. നമുക്ക് ആദ്യത്തെ ഇമേജ് പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് 1x എന്ന് പറഞ്ഞു കൊടുക്കാം. 1x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിക്സൽ ഡെൻസിറ്റിയുള്ള ഡിവൈസുകൾക്ക് ഈ ഇമേജ് ലോഡ് ചെയ്യുക. എന്നിട്ട് കോമ ശേഷം നമുക്ക് അടുത്ത് പറഞ്ഞു കൊടുക്കാം. 2 ഇമേജ് പിക്സൽ ഡെൻസിറ്റി ഉള്ളതിന് ഈ ഇമേജ് ലോഡ് ചെയ്യുക. 3 ഡിവൈസ് പിക്സൽ ഡെൻസിറ്റി ഉള്ളതിന് ഈ ഇമേജ് ലോഡ് ചെയ്യുക. ഓക്കെ. നമുക്കിത് നമ്മുടെ ഈ ഡിവൈസിൽ ഏതാ ലോഡ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മൾ സോഴ്സ് സെറ്റ് ഉപയോഗിച്ച് ലോഡ് ചെയ്തിരിക്കുന്ന ഇമേജ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 1024 ഇതിൻ്റെ ഇരട്ടി സൈസുള്ള ഇമേജാണ് ലോഡ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താണ്, ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഡിവൈസിൻ്റെ ഡിവൈസ് പിക്സൽ ഡെൻസിറ്റി 2 ആണ്. അത് കാണണമെങ്കിൽ നമുക്ക് നമ്മുടെ കൺസോളിനകത്ത് window.device pixel ratio നോക്കിയാൽ മതി. കണ്ടോ, ഇവിടെ 2 ആണ്. ഓക്കെ. ഇത് 2 ആയതുകൊണ്ടാണ് നമ്മൾ സോഴ്സ് സെറ്റിൽ 2x ഒപ്പം പറഞ്ഞു കൊടുത്തിട്ടുള്ള ഇമേജ് ഇവിടെ ലോഡായിരിക്കുന്നത്. നമുക്ക് ഇനി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ പല ഡിവൈസിലും പല ഡിവൈസ് പിക്സൽ റേഷ്യോ ഉള്ള ഡിവൈസിൽ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഡെവലപ്പർ ടൂൾ വെച്ച് നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഈ ഡിവൈസസ് എടുക്കുക. എന്നിട്ട് ഇവിടെ DPR നമുക്ക് കാണാൻ പറ്റും മുകളിൽ. അത് കണ്ടില്ലെങ്കിൽ ഇത് ക്രോമാണ്. ഇവിടെ 3 ഡോട്ട് അടിച്ച ശേഷം റിമൂവ് ഡിവൈസ് പിക്സൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ അത് അവിടുന്ന് പോവും. അല്ലെങ്കിൽ ആഡ് ഡിവൈസ് പിക്സൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. അപ്പോൾ നമുക്കവിടെ ഇഷ്ടം ഡിവൈസ് പിക്സൽ റേഷ്യോ തിരഞ്ഞെടുക്കാൻ പറ്റും. 1 കൊടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ. കുറച്ച് വലുതാക്കാം. 1 കൊടുത്ത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ 640 പിക്സൽ തന്നെ ലോഡ് ചെയ്തുള്ളൂ. നേരെ മറിച്ച് 2 കൊടുത്തു കഴിഞ്ഞാൽ അത് 1024, 3 കൊടുത്തു കഴിഞ്ഞാൽ 2048. ഓക്കെ. നമ്മൾ 2048 നമ്മുടെ ഇമേജ് ഇല്ല, നമ്മളത് കൊടുത്തിട്ടും ഇല്ലെങ്കിൽ അവൻ ഏതാണോ ബെസ്റ്റ് ഫിറ്റ് 1024 അത് അവനെടുത്തോളും. ഓക്കെ. നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്ക് കുറേ റെക്കമെൻഡേഷൻസ് നമുക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ. ഇതാണ് സോഴ്സ് സെറ്റ് ഉപയോഗിക്കാനുള്ള ഒരു വഴി.
അടുത്തൊരു രീതിയുണ്ട്, നമ്മുടെ ഇമേജസിൻ്റെ സൈസ് വെച്ചിട്ട് നമുക്കും ഇതേപോലെ റെക്കമെൻഡേഷൻസ് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, സോ ഫസ്റ്റ് അതിന് ഞാൻ ഇത് എല്ലാം സെപ്പറേറ്റ് ലൈനിലിടാം മനസ്സിലാക്കാൻ എളുപ്പത്തിന്. സോ ഇവിടെ നമ്മൾ എന്താ ഡിവൈസ് പിക്സൽ റേഷ്യോ നേരിട്ട് പറഞ്ഞു കൊടുക്കാണ്ട് നമ്മുടെ അടുത്തുള്ള ഇമേജസ് എല്ലാം അതുപോലെ തന്നെ അതിൻ്റെ റെസൊല്യൂഷൻ എത്രയാണെന്ന് ഇവന് ഫുള്ളായിട്ട് പറഞ്ഞു കൊടുക്കാം. ബാക്കിയൊക്കെ അവൻ തീരുമാനിച്ചോട്ടെ എന്ന് നമുക്ക് വയ്ക്കാം. സോ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. സോ അതിനെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഇമേജിൻ്റെ റെസൊല്യൂഷൻ നമുക്കറിയാം 640W അതിൻ്റെ വിഡ്ത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതിൻ്റെ വിഡ്ത്ത് 640 ആണ്. രണ്ടാമത്തെ ഇമേജിൻ്റെ വിഡ്ത്ത് 1024 ഇനി തേർഡ് നമുക്ക് മൂന്നാമത്തെ ഇമേജ് 2048. സോ ജനറലി നമ്മുടെ അടുത്തുള്ള ഇമേജസ് ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാം. നമുക്ക് നമ്മുടെ അടുത്ത് ഒരു ഇമേജും കൂടി ഉണ്ട്, ഒരു 320-യുടെ. സോ ഈ 4 ഇമേജസ് നമുക്ക് പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് സോ ഇത് കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടി കൊടുക്കണം, നമ്മൾ എത്ര സൈസുള്ള ഇമേജാണ് പ്രതീക്ഷിക്കുന്നത് എന്നും കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അതിനാണ് സൈസസ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട്. അതിനകത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മൾ എത്ര സൈസിലുള്ള ഇമേജാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതും കൂടി പറഞ്ഞു കൊടുക്കണം. അപ്പോൾ 640 പിക്സലിൻ്റെ ഇമേജസ് ആണ് ഈ ഒരു ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്നും പറഞ്ഞു കൊടുക്കുക. ഇനി നമ്മൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ സോ ഇവിടെ നമ്മൾ സൈസ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് 640 പിക്സലാണ്. സോ നമ്മുടെ ഡിവൈസിൻ്റെ പിക്സൽ റേഷ്യോ 2 ആയതുകൊണ്ട് 1024 പിക്സലിൽ ഇമേജ് ലോഡ് ചെയ്തിട്ടുണ്ട്. സൈസസ് വെച്ച് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് റെസ്പോൺസീവായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാൻ പറ്റുന്നത്. അതായത് ചെറിയ ഡിവൈസിലാവുമ്പോൾ ചെറിയ ഇമേജും വലിയ സൈസിലാവുമ്പോൾ വലിയ ഇമേജും ലോഡ് ചെയ്യണമെങ്കിൽ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ സോ നമ്മൾ ഇതൊരു മൊബൈൽ ഡിവൈസ് ആണെങ്കിൽ, സോ നേരെ മറിച്ചൊരു മൊബൈൽ ഡിവൈസ് ആണെങ്കിൽ ഇതൊരു 400 പിക്സലിന് താഴെയാണ് വരത്തുള്ളൂ. സോ 400 പിക്സലിന് താഴെ ആകുമ്പോൾ നമ്മുടെ സ്ലോട്ടിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ അവിടെ 233 പിക്സലേ ഉള്ളൂ. പക്ഷേ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് 640 പിക്സലാണ്. സോ അതുകൊണ്ട് എപ്പോഴും ബിഗ് ഇമേജസ് അവൻ ലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം ഒരു ഡിവൈസിൻ്റെ വിഡ്ത്ത് 400 കുറവാണെങ്കിൽ നമ്മുടെ സ്ലോട്ടിൻ്റെ സൈസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 320 ആ റേഞ്ചിലുള്ളതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സൈസസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഒരു റൗണ്ട് ബ്രാക്കറ്റ് എടുത്തിട്ട് മാക്സിമം വിഡ്ത്ത് 400 പിക്സലാണെങ്കിൽ 0 to 400 പിക്സലാണെങ്കിൽ നമ്മുടെ സ്ലോട്ടിൻ്റെ സൈസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 300 പിക്സലേ ഉള്ളൂ. ഓക്കെ, അല്ലാത്ത കേസുകളിൽ ബാക്കി എല്ലാ കേസുകളിലും നമുക്ക് 640 പിക്സൽ പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് സൈസസ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ റൂൾസ് എത്ര വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. അതായത് മാക്സ് വിഡ്ത്ത് 400 പിക്സലിൻ്റെ റൂൾ കൊടുത്ത പോലെ തന്നെ കോമ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മാക്സ് വിഡ്ത്ത് നമുക്ക് 600 പിക്സലിൻ്റെ റൂൾ വേണമെങ്കിൽ കൊടുക്കാം. സോ അങ്ങനത്തെ ഒരു കേസിനകത്ത് ഒരു 500 പിക്സൽ വിഡ്ത്തിലൊരു ഡിവൈസ് ആണെങ്കിൽ ഇവൻ റൂള് ഫസ്റ്റ് മുതലാണ് ചെക്ക് ചെയ്യുക. ഇത് മാക്സ് വിഡ്ത്ത് 400 ആണോ അല്ല, പിന്നെ അടുത്തവൻ നോക്കും ഇത് മാക്സ് വിഡ്ത്ത് 600 ആണോ ആണ്. സോ ആ കൊടുത്ത റൂളിൻ്റെ സൈസ് അനുസരിച്ചിട്ട് അവൻ ഇമേജ് ലോഡ് ചെയ്തോളും. സോ അതുപോലെ മാക്സ് വിഡ്ത്ത് പോലെ നമുക്ക് വേണമെങ്കിൽ മിൻ വിഡ്ത്തും കൊടുക്കാം. ഓക്കെ, ഈ റൗണ്ട് ബ്രാക്കറ്റിലുള്ള ഈ സൈസസിൻ്റെ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ CSS അറിയുന്നവർക്ക് മീഡിയ ക്വറി കൊടുക്കുമ്പോൾ ഉള്ള അതേപോലത്തെ റൂൾ തന്നെയാണ്. മിക്കവാറും CSSൽ എടുക്കുന്ന ആ റൂളൊക്കെ ഇവിടെയും ബാധകമാവേണ്ടതാണ്. ഓക്കെ, സോ തൽക്കാലം നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഒരു മാക്സ് വിഡ്ത്ത് മാത്രം കൊടുക്കാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്കിത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റെസ്പോൺസീവ് എടുക്കാം. എന്നിട്ട് നമുക്ക് ഡിവൈസ് പിക്സൽ റേഷ്യോ 2 കൊടുക്കാം. 400 കുറവാണെങ്കിൽ നമ്മളൊന്ന് റിഫ്രഷ് ചെയ്യുക. അവൻ 640 പിക്സൽ ലോഡ് ചെയ്ത്. കാരണം എന്താണ്, നമ്മൾ 400 കുറവാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 320 പിക്സൽ ആ സൈസിലുള്ള ഇമേജാണ്. പിന്നെ ഡിവൈസ് പിക്സൽ റേഷ്യോ 2 ആയതുകൊണ്ട് അവൻ 640 ലോഡ് ചെയ്തു. നേരെ മറിച്ച് ഡിവൈസ് പിക്സൽ റേഷ്യോ 1 ആയിരുന്നെങ്കിലോ അവൻ 320 ലോഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ നേരെ മറിച്ച് 400 മീതെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ലോട്ട് 640 ആണ്. സോ അതുകൊണ്ട് ഡിവൈസ് പിക്സൽ റേഷ്യോ 1 ആയതുകൊണ്ട് 640 ലോഡ് ചെയ്യും. 2 ആണെങ്കിൽ 1024 ലോഡ് ചെയ്യും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മളിവിടെ റിഫ്രഷ് ചെയ്തു. ഇവിടെ റിഫ്രഷ് ചെയ്ത് ഇപ്പോൾ എന്തായാലും 400 മീതെയാണ്. നമ്മൾ റെസ്പോൺസീവായത് കൊടുക്കുന്ന 400 താഴെ ആകുമ്പോൾ 640 ആവുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആവത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൗസർ ഈ 2 ഇമേജ് ഒരേ ആസ്പെക്ട് റേഷ്യോയിൽ സെയിം ഇമേജ് തന്നെ ആയിരിക്കണം. ഓക്കെ, അങ്ങനത്തെ കേസുകളിൽ മാത്രമേ സോഴ്സും സോഴ്സ് സെറ്റും ഉപയോഗിക്കാൻ റെക്കമെൻഡ് ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ ബ്രൗസർ വിചാരിക്കുന്നത് രണ്ടും സെയിം ഇമേജാണ്. അപ്പോൾ ഓൾറെഡി 1024 ഡൗൺലോഡ് ചെയ്തല്ലോ, ഇനി എനിക്ക് 640 ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇത് റെസ്പോൺസ് ചെയ്ത് വരുമ്പോൾ അവൻ ഡൗൺലോഡ് ചെയ്യാത്തത്. അവൻ ഇനീഷ്യൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ മാത്രമാണ് അവൻ നോക്കത്തുള്ളൂ ഏതാണ് കറക്റ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന്. ഇനി നമ്മൾ വലുതാക്കുവാണെങ്കിലോ ഈ 400 മീതെ ആയതുകൊണ്ട് അവൻ അത് 1024 കാരണം അവിടെ വലിയ റെസൊല്യൂഷനിൽ ഇമേജ് എന്തായാലും കയറും. അത് നമ്മുടെ അടുത്തില്ല, അപ്പോൾ പുതിയ ഡൗൺലോഡ് ചെയ്തു. നേരെ മറിച്ച് വലുതെന്ന് ചെറുതാക്കുന്ന സമയത്ത് ഓൾറെഡി വലിയ റെസൊല്യൂഷൻ ഉണ്ട്, അതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അതുകൊണ്ട് അവൻ ചെറിയ റെസൊല്യൂഷൻ ലോഡ് ചെയ്യത്തില്ല. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും സോഴ്സ് സെറ്റും സോഴ്സും ഉപയോഗിക്കുമ്പോൾ വേറെ ഇമേജസ് ഒരിക്കലും ലോഡ് ചെയ്യരുത്. വലിയ ഡിവൈസിന് ഒരു ഇമേജ്, ചെറിയ ഡിവൈസിന് വേറെ ഇമേജ്, അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും സോഴ്സും സോഴ്സ് സെറ്റും ഉപയോഗിക്കരുത്. സോഴ്സും സോഴ്സ് സെറ്റും അതുകൊണ്ട് ഒരേ ഇമേജ് ഒരേ ആസ്പെക്ട് റേഷ്യോ പല റെസൊല്യൂഷനിൽ കട്ട് ചെയ്തെടുത്ത ഇമേജ് മാത്രമേ സോഴ്സും സോഴ്സ് സെറ്റും വെച്ചിട്ട് ലോഡ് ചെയ്യാൻ പാടത്തുള്ളൂ. സോ ഇനി അങ്ങനെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ, അതായത് വലിയ ഒരു ഡിവൈസിന് നമുക്ക് ഒരു ഇമേജ്, ചെറിയ ഡിവൈസിന് വേറെ ഇമേജസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കേസുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പിക്ചർ എന്ന് പറഞ്ഞ ടാഗ്. സോ അതെങ്ങനെയാണ് നോക്കാം. സോ പിക്ചർ ടാഗിൻ്റെ ഉപയോഗം മനസ്സിലാക്കാൻ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ഒരു ഇമേജിൻ്റെ ടാഗ് എടുത്ത് കളയാം. സോ ഇത് ഇമേജ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി ചെറിയ ഡിവൈസിൽ മൊബൈലിൽ നോക്കുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഒരു iPhone 12 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ
സോ നമുക്കിപ്പോൾ കാണാൻ പറ്റും ഇമേജ് മുകളിൽ കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ, താഴെ കുറേ സ്പേസ് ഉണ്ട്. സോ ഇതിൻ്റെ മെയിൻ കാരണം ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ കാരണമാണ്. സോ ഇത് 16:9 ആസ്പെക്ട് റേഷ്യോ ആണ്, അതായത് വിഡ്ത്ത് കൂടുതലാണ്, ഹൈറ്റ് കുറവാണ്. ഓക്കെ, സോ മൊബൈലിൽ നിന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി 1:1 ആസ്പെക്ട് റേഷ്യോ, അത് സ്ക്വയർ ടൈപ്പ് ഇമേജ് ആണ് കുറച്ചുകൂടിയും ചേരുക. ഓക്കെ, സോ നമ്മൾ ഇത്ര നേരം സോഴ്സ് ടു ഉപയോഗിച്ചിട്ട് തന്നെ സെയിം ആസ്പെക്ട് റേഷ്യോയിലുള്ള ഇമേജ് തന്നെ പല റെസൊല്യൂഷനിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക ചെയ്ത്. സോ നമുക്ക് അതല്ല ഇവിടെ ആവശ്യം. നമുക്ക് ഇവിടെ ആവശ്യം തന്നെ ഇവിടെ വേറെ തന്നെ ഇമേജാണ്, വേറെ തന്നെ ഒരു ആസ്പെക്ട് റേഷ്യോയിലുള്ള ഇമേജാണ് ഇവിടെ ആവശ്യം. അങ്ങനെ പല ഡിവൈസ് റെസൊല്യൂഷനിലും വേറെ തന്നെ ഇമേജ് ലോഡ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടാഗാണ് പിക്ചർ ടാഗ്. അതിന് നമ്മൾ ആദ്യം ഒരു കാര്യം ചെയ്യുന്നത്, ഈ ഇമേജ് തന്നെ നമ്മൾ വേറെ രീതിയിൽ കട്ട് ചെയ്തിട്ടുള്ള 4 ഇമേജും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ 2 സൈഡിൽ ഇമേജും ഞാൻ കട്ട് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്, കാരണം അതൊരു സ്ക്വയർ പോലെ ആവാൻ വേണ്ടിയിട്ട്. ആ ഇമേജും നമ്മളൊരു 4 റെസൊല്യൂഷനിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് എത്ര ഇമേജസ് വേണമെങ്കിൽ നമുക്ക് പല റെസൊല്യൂഷനും വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിടാം. ഓക്കെ, അതുപോലെ തന്നെ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഇമേജിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ സ്ക്വയർ എന്നുള്ള ഒരു പേരും കൊടുത്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് പിക്ചർ എന്ന് പറഞ്ഞ ടാഗ് നോക്കാം. സോ പിക്ചർ എന്ന് പറഞ്ഞ ടാഗ് എഴുതണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമേജ് ടാഗ് എന്തായാലും വേണം. ഓക്കെ, സോ നമുക്ക് നേരത്തെ എഴുതി അത് ഇമേജ് ടാഗ് തന്നെ ഇടാം. ഓക്കെ, സോ ഇമേജ് ടാഗ് എന്തിനാ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിക്ചർ ടാഗ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇമേജിൽ സോഴ്സ് സെറ്റ് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, സോ നമ്മുടെ കയ്യിൽ ഇത്രയാണ് നമ്മൾ പുതിയ ഇമേജസ്, ഈ പുതിയ ഇമേജസ് ആണ് 400 പിക്സലിന് താഴെ ആവുന്ന റെസൊല്യൂഷൻ നമുക്ക് ലോഡ് ചെയ്യേണ്ടത്. അതായത് പുതിയൊരു സെറ്റ് ഓഫ് സോഴ്സസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, സോ നമ്മൾ ഇതേ ഇമേജ് ടാഗിൽ തന്നെ 400 പിക്സലിന് താഴെ ആകുമ്പോൾ ഒരു പുതിയ സോഴ്സ് സെറ്റ് പറഞ്ഞു കൊടുക്കണം. സോ അങ്ങനെ സോഴ്സ് സെറ്റ് പറഞ്ഞു കൊടുക്കാനാണ് ഈ പിക്ചറിൻ്റെ ടാഗ് ഉപയോഗിക്കുന്നത്. സോ ഇമേജ് ടാഗിൻ്റെ ഈ സിൻടാക്സ് ഒക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിക്ചർ ടാഗിൻ്റെ സിൻടാക്സ് അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമായിരിക്കും. അതായത് നമ്മളൊരു പിക്ചർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടാഗ് ഇടുക. സോ അത് ഇമേജ് ടാഗിന് മൊത്തത്തിൽ റാപ്പ് ചെയ്യുക. സോ ഈ പിക്ചർ ടാഗിനുള്ളിലായിരിക്കണം ഇമേജ് ടാഗ്. ഇനി 400 പിക്സലിന് താഴെ ഡിവൈസ് വരുമ്പോൾ നമുക്ക് പുതിയൊരു സോഴ്സ് സെറ്റ് പറഞ്ഞു കൊടുക്കാം. സോ അതിന് സോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാഗാണ്. സോ ഇവിടെ നമുക്ക് പുതിയ സോഴ്സ് സെറ്റ് പറഞ്ഞു കൊടുക്കാം. ഈ ഇമേജസിന് പകരം നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ സ്ക്വയറുള്ള ഇമേജസ് ആണെന്ന് മാത്രം. ഓക്കെ, സോ ഈ സോഴ്സ് സെറ്റിനകത്തൊക്കെ നമ്മൾ പുതിയൊരു സ്ക്വയർ ഇമേജ് പറഞ്ഞു കൊടുത്തു. ഇനി ഇതിലെ ഇമേജിൻ്റെ സോഴ്സ് സെറ്റ് ഈ സോഴ്സ് സെറ്റ് വെച്ച് മാറ്റണം. അത് എപ്പോഴാണ് മാറ്റേണ്ടത്? 400 പിക്സലിന് താഴെ ഡിവൈസ് സൈസ് ആകുമ്പോൾ. സോ അതിന് ഈ ഒരു അടുത്തൊരു ആട്രിബ്യൂട്ട് പറയുന്നുണ്ട്. സോ ആട്രിബ്യൂട്ടിൻ്റെ പേരാണ് മീഡിയ. സോ മീഡിയയ്ക്കകത്ത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സൈസസിൽ കൊടുത്ത അതേ ഫോർമാറ്റിൽ തന്നെ മീഡിയക്ക് ഒരു വെച്ച് പറഞ്ഞു കൊടുക്കാം. റൗണ്ട് ബ്രാക്കറ്റിനകത്ത് മാക്സ് വിഡ്ത്ത് ഒരു 400 പിക്സൽ ആകുമ്പോൾ. ഓക്കെ, സോ മാക്സ് വിഡ്ത്ത് ഒരു 400 പിക്സൽ ആവുന്ന സമയത്ത് ഈ ഒരു സോഴ്സ് ആയിരിക്കും ഇവൻ ലോഡ് ചെയ്യുക. ബാക്കി എല്ലാ ആട്രിബ്യൂട്ട്സും നമ്മൾ പ്രതീക്ഷിക്കുന്ന സൈസുകൾ, ഈ വിഡ്ത്ത്, ഓൾട്ട്, ബാക്കി എല്ലാ ആട്രിബ്യൂട്ട്സും ഇമേജസിൻ്റെ തന്നെ എടുക്കുക. ഈ സോഴ്സ് സെറ്റ് മാത്രമാണ് ഇവിടുന്ന് ഇത് മാറ്റത്തുള്ളൂ. ഓക്കെ, സോ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 596 പിക്സലാണ്. ഇത് കുറഞ്ഞ് 400 താഴെ ആവുന്ന സമയത്ത് നമ്മൾ സ്ക്വയർ ഇമേജ് ലോഡ് ചെയ്തു. സോ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 400 പിക്സലിന് താഴെയാണെങ്കിൽ 320 പിക്സലിൻ്റെ ഇമേജ് ആണ് ലോഡ് ചെയ്യേണ്ടത്. സോ പക്ഷേ നമ്മളുടെ DPR2 ആയതുകൊണ്ട് അവൻ 640 പിക്സലിൻ്റെ ഉണ്ടോയെന്ന് നോക്കും. സോ അതിന് ക്ലോസ് ആയിട്ട് നമ്മൾ 640 തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സോ 640 പിക്സലിൻ്റെ സ്ക്വയർ ഇമേജ് അവനിവിടെ ലോഡ് ചെയ്യും. അങ്ങനെ നമുക്ക് പിക്ചർ ടാഗ് വെച്ചിട്ട് സോഴ്സ് സെറ്റ് പല ഡിവൈസിനും മാറ്റി കൊടുക്കാം. അങ്ങനെ പല റെസൊല്യൂഷനിലും മാച്ചിങ് ആവുന്ന ഇമേജ് നമുക്ക് ലോഡ് ചെയ്യാനും പറ്റും. സോ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മുടെ സീരീസിൽ ഇതുവരെ ചെയ്തിട്ടുള്ള മൂവി റിവ്യൂസിൻ്റെ ഈ പേജിനകത്ത് നമുക്ക് ഈ സിനിമയുടെ പോസ്റ്റേഴ്സ് ഇമേജ് ആയിട്ട് കൊണ്ടുപോയിടാം. നമുക്ക് സോഴ്സ് സെറ്റും പിക്ചറും ഒക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഇമേജ് കൊണ്ടുപോയിടാം. പക്ഷേ അതിന് മുന്നേ ഈ പേജ് ഒന്ന് ലേ ഔട്ട് കുറച്ച് കറക്റ്റ് ആക്കാനുണ്ട്. സോ അതിന് നമുക്ക് ലേ ഔട്ടിങ്ങിനെ കുറിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാം. സോ അതിനുശേഷം നമുക്ക് സോഴ്സ് സെറ്റ് ഉപയോഗിച്ചിട്ട് ഇതിനകത്ത് ഇമേജ് ആഡ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സോ അത്രയുള്ള വീഡിയോക്കകത്ത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇത് ആവശ്യമെന്ന് തോന്നുന്ന എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.